ധ്യാനത്തിലെൻ്റെ ഹൃദയം ലയമാർന്നിടട്ടെ, ധ്യാനത്തിലെൻ്റെ ഹൃദയം ലയമാർന്നിടട്ടെ. മാനത്തുമൂഴിയിലുമാഴിയിലും പ്രകാശം ആനന്ദരൂപമൊടുകൂടി നിറഞ്ഞു നിത്യം, ആനന്ദപൂർണ്ണ നിലപുണ്ടരുളും വിഭോ നിൻ ധ്യാനത്തിലെൻ്റെ ഹൃദയം ലയമാർന്നിടട്ടെ. ശ്രീനാരായണ ഗുരു ഗ്രൂപ്പിലെ ആദരണീയരായ എല്ലാ അഡ്മിൻസിനും ഒപ്പം ഗ്രൂപ്പിലെ എല്ലാ ആത്മസഹോദരങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. ശ്രീനാരായണ ഗുരുദേവൻ്റെ തത്വസംഹിതകളും ഉപദേശങ്ങളും സമൂഹത്തിലേക്ക് പകർന്നു നൽകുവാൻ ഗുരുമാർഗത്തിൽ സഞ്ചരിച്ച് മനുഷ്യ സമൂഹത്തെ നേർവഴിക്ക് നയിക്കുവാൻ നിയോഗമുണ്ടായ ത്യാഗികളാണ് ഗുരുദേവ ശിഷ്യന്മാർ. ഗുരുദേവ ചരിത്രത്തിൽ ഗുരു തൻ്റെ തൃക്കരങ്ങൾ കൊണ്ട് സന്യാസ ദീക്ഷ കൊടുത്ത അനേകം ശിഷ്യന്മാരുണ്ടായിരുന്നിട്ടും ഹിമാലയത്തിലെ ജ്യോതിർമഠത്തിൻ്റെ അധിപൻ മണ്ഡലേശ്വർ ഈശ്വരാനന്ദജിയിൽ നിന്നും സന്യാസ ദീക്ഷ സ്വീകരിച്ച് പൂർവാശ്രമത്തിൽ വേലായുധൻ എന്ന് അറിയപ്പെട്ടിരുന്ന സ്വാമി ബോധാനന്ദഗിരി അനന്തരഗാമിയായി ഗുരുദേവൻ്റെ തൃക്കരങ്ങളാൽ അഭിഷേകം ചെയ്യപ്പെട്ടു. ബോധാനന്ദ സ്വാമികളുടെ ജീവചരിത്രത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ നിർവഹിച്ച ധർമ്മ സംസ്ഥാപനത്തിൻ്റെ മഹാസൈന്യാധിപനായിരുന്നു സ്വാമികൾ എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഗുരുസേവയിലൂടെ ത്യാഗത്തിലൂടെ ജീവിതം ധന്യമാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ അനന്തരഗാമി 1882 തൃശ്ശൂർ ജില്ലയിൽ തൃപ്പയാർ ക്ഷേത്രത്തിനടുത്ത് ചിറക്കൽ എന്ന സ്ഥലത്ത് ഈഴവപ്പറമ്പ് എന്ന സാമ്പത്തികമായി ഉയർന്ന തറവാട്ടിൽ ഇക്കോരൻ്റെയും ചെറോണിൻ്റെയും രണ്ടാമത്തെ മകനായി ജനിച്ച വേലായുധൻ എന്ന വേലുക്കുട്ടി മഹാഗുരുവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ തന്നെ തൻ്റെ അറിവോടെയല്ലാതെ വിവാഹിതനാകേണ്ടി വന്നു ശിഷ്യനും. ഈ വൈവാഹിക ജീവിതത്തിൽ ഒരു മകൻ ഉണ്ടായി എങ്കിലും 1.5 വർഷത്തെ ദാമ്പത്യം ഉപേക്ഷിച്ച് വീട് വിട്ട് യാത്രയായി വേലുക്കുട്ടി. തെക്കേ ഇന്ത്യയിലും വടക്കേ ഇന്ത്യയിലും നഗ്നപാതനായി സഞ്ചരിച്ച് ഹിമാലയത്തിൽ എത്തി തപസ്സനുഷ്ഠിച്ചു. മഹാഗുരു തപസ്സിന് സ്വീകരിച്ച മരുത്വാമലയിൽ ഗുരുവിന് കൂട്ട് പാമ്പും പുലിയുമായിരുന്നു എങ്കിൽ ശിഷ്യന് കൂട്ട് ഹിമക്കരടികളായിരുന്നു. ഹിമാലയത്തിലെ കൊടും തണുപ്പിൽ ത്യാഗിയായ ബോധാനന്ദ സ്വാമി സന്യാസ ദീക്ഷ സ്വീകരിച്ച് നാളുകളോളം തപസ് ചെയ്തു. 2 വർഷം കഴിഞ്ഞ് അവിടെ നിന്നും തൻ്റെ ഗുരുവായ മണ്ഡലേശ്വർ ഈശ്വരാനന്ദജിയുടെ നിർദ്ദേശപ്രകാരം നാട്ടിലേക്ക് തിരിച്ചു വന്നു. ഈശ്വരാനന്ദജിയുടെ കൂടെ കഴിഞ്ഞ സമയത്ത് തർക്കവ്യാകരണത്തിലും ഉപനിഷത്തുകളും ആഴത്തിൽ പഠിച്ചെടുക്കുകയുണ്ടായി. ഇതിനോടൊപ്പം ഉത്തരേന്ത്യയിലെ മിക്ക സ്ഥലങ്ങളും അദ്ദേഹം സന്ദർശിച്ചു കഴിഞ്ഞിരുന്നു. മടക്കയാത്ര തുടങ്ങിയ സ്വാമികൾ രാമേശ്വരം, മധുര, പഴനി വഴി കേരളത്തിലെത്തി. തിരിച്ചു വീട്ടിലെത്തിയത് പഴയ വേലുക്കുട്ടിയായിരുന്നില്ല, സ്വാമി ബോധാനന്ദഗിരി എന്ന സന്യാസ ശ്രേഷ്ഠനായിരുന്നു. വീട്ടിലെത്തിയ സ്വാമികളെ വീട്ടുകാർ സ്വീകരിക്കുകയും അവധൂത മഠം എന്ന പേരിൽ ആശ്രമം പണിയിച്ചു കൊടുക്കുകയും ചെയ്തു. രോഗങ്ങൾ, ബാധോപദ്രവങ്ങൾ, മാനസിക പ്രശ്നങ്ങൾ എന്നിവയൊക്കെ പരിഹരിച്ച് അവധൂത മഠം അക്കാലത്ത് നാട്ടുകാരുടെ ഒരു ആശ്രയ കേന്ദ്രമായി മാറി. സ്വാമികളുടെ പാണ്ഡിത്യവും ആധ്യാത്മിക വ്യക്തിത്വവും അദ്ദേഹത്തിന് അനേകം അനുയായികളെ നേടിക്കൊടുക്കുകയും ചെയ്തു. ഇതിനിടയിൽ ഒരു ഭ്രാന്താലയമായിരുന്ന കേരളത്തിലെ ജാതി വ്യത്യാസം ഇല്ലായ്മ ചെയ്യാൻ സ്വാമി ബോധാനന്ദഗിരി വ്രതമെടുക്കുകയുണ്ടായി. സ്വാമികൾ
തൻ്റെ അനുയായികളുമായി ചേർന്ന് സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജനം നടത്തുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവധൂത മഠത്തിൽ 1907 മിശ്രഭോജനം സംഘടിപ്പിച്ചത് ചരിത്ര സംഭവമായി തീർന്നു. ഇതിനോടകം സ്വാമികളും സന്യാസി ശിഷ്യന്മാരും ചേർന്ന് ചിറയ്ക്കൽ, പെരിങ്ങോട്ടുകര, അന്തിക്കാട്, ചേർപ്പ്, കൂർക്കഞ്ചേരി എന്നീ സ്ഥലങ്ങൾ തങ്ങളുടെ സ്വാധീന മേഖലകളാക്കി മാറ്റിക്കഴിഞ്ഞിരുന്നു. അങ്ങനെയിരിക്കെ ഭാരതത്തിലെ മറ്റു സ്ഥലങ്ങളിൽ നിലനിന്നിരുന്ന സാമൂഹ്യ സാഹചര്യം മനസ്സിലാക്കുന്നതിനായി സ്വാമികൾ യാത്ര ചെയ്തു. ആ യാത്രയിൽ ബ്രഹ്മസമാജം, ആര്യസമാജം, പ്രാർത്ഥനാ സമാജം തുടങ്ങിയ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി. അവിടെയും ജാതി വ്യത്യാസം നിലനിൽക്കുന്നു എന്ന് മനസ്സിലാക്കിയ സ്വാമികൾ നീറിപ്പുകയുന്ന മനസ്സുമായി നാട്ടിൽ തിരിച്ചെത്തി. തൻ്റെ ജീവിത ദൗത്യം ജാതിക്കെതിരെയുള്ള പോരാട്ടം ആണെന്ന് മനസ്സിലാക്കിയ സ്വാമികൾ ജാതിയെ നശിപ്പിക്കണം, ജാതിയെ അടിസ്ഥാനമാക്കി ആരെയും വഴിമാറ്റരുത്, ആർക്കും വഴിമാറുകയുമരുത് എന്നിങ്ങനെയുള്ള മുദ്രാവാക്യങ്ങൾ നൽകി ഐക്യത്തെ നേരിടുവാനായി കായിക ബലമുള്ള അനുയായികളുമായി ചേർന്ന് ധർമ്മപട സംഘം രൂപീകരിച്ചു. അതിലൂടെ സവർണ പ്രമാണിമാരെ കായികമായി തന്നെ നേരിട്ടുകൊണ്ടായിരുന്നു സ്വാമികൾ തൻ്റെ ഉദ്ബോധനം നടപ്പിലാക്കിയത്. ധർമ്മപട സംഘത്തിൻ്റെ പരിശ്രമ ഫലമായി കൊച്ചി പ്രദേശത്ത് സഞ്ചാര സ്വാതന്ത്ര്യം, സ്വാത്വികാരാധന എന്നിവ നേടിയെടുത്തത് വളരെ പെട്ടെന്നായിരുന്നു. ബോധാനന്ദ സ്വാമികളുടെ നേതൃത്വത്തിൽ നടന്ന മറ്റൊരു മുന്നേറ്റമാണ് ക്ഷേത്രത്യാഗ പ്രവർത്തനം. സ്വാമികളുടെ കൂടെ കൃഷ്ണാനന്ദ, ഹനുമാൻജി, കേശവാനന്ദ തുടങ്ങിയ ശിഷ്യന്മാരും ഉണ്ടായിരുന്നു. ഈ യാത്ര ക്രമേണ കേരളത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് കൂടി വ്യാപിച്ച സമയത്താണ് ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ ക്ഷേത്രപ്രതിഷ്ഠാ സംരംഭം മറുവശത്ത് വലിയൊരു മുന്നേറ്റമായി തീർന്നത്. പലയിടത്തും ഈ രണ്ട് പ്രവർത്തനങ്ങളും തമ്മിൽ ആശയപരമായ സംഘടനം പതിവായി തീർന്നു. ഗുരുദേവനും ബോധാനന്ദ സ്വാമികളും അതുവരെ കണ്ടിട്ടില്ല എന്നിരിക്കലും ബോധാനന്ദ സ്വാമികളുടെ പ്രവർത്തനം ഗുരുവിൻ്റെ ശ്രദ്ധയിൽ പെട്ടിരുന്നു. മാത്രമല്ല, ശിവലിംഗ സ്വാമികളിൽ നിന്നും ഗുരുദേവനെപ്പറ്റി ബോധാനന്ദ സ്വാമികൾ അറിയുകയും ചെയ്തിരുന്നു. ഗുരുദേവനെ കാണുവാൻ സ്വാമികൾ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും തല്ലിന് തല്ല്, പല്ലിന് പല്ല് എന്ന രീതിയിലുള്ള തൻ്റെ മാർഗവും ഗുരുവിൻ്റെ അഹിംസാ മാർഗവും തമ്മിൽ പൊരുത്തപ്പെടില്ല എന്ന് കരുതി. എന്നാൽ വിരുദ്ധ രീതിയിലുള്ള ആശയങ്ങളിൽപ്പെട്ട് നട്ടം തിരിഞ്ഞ നാട്ടിലെ സമുദായ നേതാക്കൾ സ്വാമികളോട് ഗുരുവിനെ നേരിട്ട് കാണുവാനും സംസാരിക്കുവാനും ആവശ്യപ്പെടുകയുണ്ടായി. സ്വാമികളും ഗുരുവുമായി ഒരു കൂടിക്കാഴ്ച മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ശ്രീനാരായണ ഗുരുവും ബോധാനന്ദ സ്വാമികളും തമ്മിൽ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്ര സന്നിധിയിൽ വെച്ച് അവിടുത്തെ പ്രതിഷ്ഠാവേളയിൽ കണ്ടുമുട്ടുകയുണ്ടായി. പരസ്പരം അവർ ഒന്നും സംസാരിച്ചില്ല എങ്കിലും ഗുരുദേവൻ ആധ്യാത്മികതയുടെ ഒരു മഹാമേരു ആണ് എന്ന വിവരം സ്വാമികൾക്ക് ബോധ്യമായി. അതോടെ ഗുരുവിനെ സാഷ്ടാംഗം പ്രണമിച്ചു. കാണാൻ ഇത്ര വൈകിയതെന്തേ എന്ന ചിന്തയാണ് പിന്നീട് ബോധാനന്ദ സ്വാമികളെ ചൂഴ്ന്നു തിന്നത്. താമസിയാതെ ബോധാനന്ദ സ്വാമിയും ശിഷ്യഗണങ്ങളും ശ്രീനാരായണ പ്രസ്ഥാനത്തിൽ വിലയം പ്രാപിച്ചു. ശ്രീനാരായണ പ്രസ്ഥാനത്തിൽ വിലയം പ്രാപിച്ചതിന് ശേഷമുള്ള മറ്റൊരു മുന്നേറ്റമാണ് താണിശ്ശേരി ലഹള. മരണാനന്തര ചടങ്ങുകളുടെ ഭാഗമായുള്ള പുലയാചരണം 16 ദിവസത്തിന് പകരം സവർണരെ പോലെ 10 ദിവസം മതി എന്നുള്ള ഗുരുദേവ സന്ദേശം നടപ്പിലാക്കിയതാണ് സംഭവത്തിന് ആധാരമായ വിഷയം. പിന്നീട് SNDP യോഗത്തെ ശക്തിപ്പെടുത്തുവാൻ വേണ്ടി സ്വാമികൾ കുമാരുവിനോടൊപ്പം അല്ലാതെയും അവിശ്രമം പരിശ്രമിച്ചു. തുടർന്ന് വിഗ്രഹാരാധനയെ എതിർത്തിരുന്ന ബോധാനന്ദ സ്വാമികൾ ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം പല ക്ഷേത്രങ്ങളിലും പ്രതിഷ്ഠകൾ നടത്തി.
ശ്രീനാരായണ ഗുരുദേവൻ ജീവിച്ചിരുന്നപ്പോൾ തന്നെ ഗുരുവിൻ്റെ പഞ്ചലോഹ പ്രതിഷ്ഠ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ നടത്തിയതും ബോധാനന്ദ സ്വാമികളാണ്. 1927 മാർച്ച് 13. സ്വാമികളുടെ മറ്റൊരു ശ്രദ്ധേയമായ പ്രവർത്തനമാണ് കൊച്ചിൻ നാഷണൽ ബാങ്ക് രൂപീകരണം. അധസ്ഥിതർക്ക് വ്യവസായത്തിനും കച്ചവടത്തിനുമുള്ള ഒരു കൈത്താങ്ങ് എന്ന നിലയിലാണ് ഇത് സ്ഥാപിച്ചത്. അന്നത്തെ കാലത്ത് ഏതാണ്ട് 10 ലക്ഷം രൂപ സമാഹരിച്ചാണ് ഇത് നടപ്പിലാക്കിയത്. ഇന്നത്തെ കോടികളുടെ മൂല്യമുള്ള തുക. തലശ്ശേരിയിൽ വെച്ച് ശ്രീനാരായണ ഗുരുദേവനെ കാണുമ്പോൾ ബോധാനന്ദ സ്വാമികൾ യുവത്വം നിറഞ്ഞ ഒരു സന്യാസിയായിരുന്നു. എന്തിനേയും എതിരിടാൻ പോന്ന ക്ഷാത്രവീര്യം, കാരുണ്യം നിറഞ്ഞ കാഷായധാരി, പ്രായം 25, ഹിമാലയത്തിൽ നിന്നും തപസ്സിലൂടെയും സ്വപ്രയത്നത്തിലൂടെയും ആർജിച്ചെടുത്ത പാണ്ഡിത്യം, അസാധാരണമായ മേധാശക്തി, മന്ത്രത്തിലൂടെ സിദ്ധി വരുത്തിയ വിശുദ്ധ മനസ്സ്, ആരെയും പറഞ്ഞു വശീകരിക്കാൻ പ്രാപ്തമായ വാക്ചാതുര്യം, ഇപ്രകാരമുള്ള വ്യക്തിത്വമായിരുന്നു സ്വാമികളുടേത്. ഇങ്ങനെ എല്ലാം തികഞ്ഞ ഒരു വ്യക്തിത്വമാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ കീഴിലുള്ള പരിശീലനം കൂടി ആയപ്പോൾ പൂർണ്ണ വികാസം നേടിയെടുത്തത്. പല ഭാഗത്തു നിന്നും ശത്രുതയും എതിർപ്പും ഒക്കെ ബോധാനന്ദ സ്വാമികൾക്ക് ഉണ്ടായിരുന്നു. എന്നാൽ ഗുരുവിൻ്റെ ആജ്ഞകൾ ശിരസാ വഹിക്കുക എന്നതല്ലാതെ യാതൊരുവിധ ലക്ഷ്യവും സ്വാമികൾക്ക് ഇല്ലായിരുന്നു. ആത്മോപദേശ ശതകത്തിൽ പറയുന്നത് പോലെ ചിത്തശുദ്ധിയുള്ളവനെയേ ജ്ഞാനി എന്നു വിളിക്കൂ. ബോധാനന്ദ സ്വാമികൾ ഇതിനെ ഇങ്ങനെ വിശദീകരിക്കുന്നു: നിന്റെ ചിന്തകൾ ശുദ്ധമായാൽ നിന്റെ ജീവിതം തന്നെ ധന്യമാകും. ഇങ്ങനെ നോക്കുമ്പോൾ ഗുരുവിൻ്റെ ശിഷ്യോത്തമൻ എന്ന് ബോധാനന്ദ സ്വാമികളെ വിശേഷിപ്പിക്കുമ്പോൾ അത് എന്തുകൊണ്ടും ബോധാനന്ദ സ്വാമികളെ ഗുരുവിൻ്റെ അനന്തരഗാമിയാക്കുവാൻ യോഗ്യനാക്കുന്നു എന്ന് തന്നെയാണ്. 1925 വിജയദശമി നാളിലാണ് ബോധാനന്ദ സ്വാമികളെ ഗുരു തൻ്റെ അനന്തരഗാമിയായി അഭിഷേകം ചെയ്തത്. മഹാഗുരുവിൻ്റെ തൃപ്പാദങ്ങളിലും ഒപ്പം ഗുരു സ്വന്തം കൈകൾ കൊണ്ട് അനന്തരഗാമിയായി വാഴിച്ച ബോധാനന്ദ സ്വാമികളുടെയും തൃപ്പാദങ്ങളിൽ മനോമലരുകൾ അർപ്പിച്ചുകൊണ്ട് ചുരുക്കുന്നു. ഗുരുവോം.